ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സോഷ്യോളജിയാണ് എടുക്കാൻ പോണത്. സോഷ്യോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാന സാമൂഹ്യ പ്രശ്നങ്ങൾ. മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ അതെങ്ങനെ പരിഹരിക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് നിരക്ഷരതയുടെ കാര്യം, ദാരിദ്ര്യം, കറപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അത്രയാണ് ഈ ചാപ്റ്ററിൽ പറയേണ്ടാവുക. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് വായിച്ച് നോക്കാം. ചിലപ്പോൾ എങ്ങാനും 5 മാർക്കിന് എല്ലാം കൂടെ ചോദിക്കാം. ഈ ഹെഡിങ് ആയിട്ട് തന്നെ ഇന്ത്യയിലെ പ്രധാന സാമൂഹിക പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ്, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിരക്ഷരതയാണ്. നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല കേരളത്തിലുള്ളവർക്ക്. കാരണം എന്താ, ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷെ നോർത്തിലൊക്കെ പോകുമ്പോൾ എന്താണ്, ഇപ്പോഴും അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണെന്ത്, നിരക്ഷരത അല്ലെങ്കിൽ ഇല്ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പോൾ നിരക്ഷരത എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, എഴുതാനും വായിക്കാനും അറിയാത്ത അവസ്ഥ. എഴുതാനും വായിക്കാനും അറിയാത്ത അവസ്ഥേനെയാണ് എന്ത് പറയുക, നിരക്ഷരത അല്ലെങ്കിൽ ഇല്ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലിറ്ററസി, സാക്ഷരത? ഒരു വ്യക്തിക്ക് അയാളുടെ നിത്യജീവിതത്തെ പറ്റി ലഘുവും ലളിതവുമായ ഒരു പ്രസ്താവന അർത്ഥം മനസ്സിലാക്കി എഴുതുവാനും വായിക്കുവാനും കഴിയുകയാണെങ്കിൽ ആ വ്യക്തിയാണ് സാക്ഷരൻ എന്ന് പറയുന്നത്. സാക്ഷരത നിരക്ക് കൂടിയ സംസ്ഥാനം ഏതാണ്, കേരളമാണ്. അപ്പം നമുക്ക് ഒരു കാര്യം, പറയുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് പറയുവാനും ആ പറഞ്ഞ കാര്യം എന്താണെന്ന് എഴുതുവാനും അർത്ഥം മനസ്സിലാക്കി എഴുതുവാനും കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആരായി, സാക്ഷരനായി. നമുക്ക് സാക്ഷരത ഉണ്ട് എന്ന് പറയാം. ലിറ്ററസി ഉണ്ട്, നമ്മൾ ലിറ്ററേറ്റ് ആണ്. ഇനി എന്തൊക്കെയാണ്, അപ്പോൾ ഇതൊന്നും പറ്റാത്ത അവസ്ഥയാണ് എന്ത്, ഇല്ലിറ്ററസി അല്ലെങ്കിൽ നിരക്ഷരത. അപ്പം നിരക്ഷരതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനസംഖ്യ നിരക്കിലുള്ള വളർച്ചയെ അപേക്ഷിച്ച് സാക്ഷരത നേടുന്ന ജനങ്ങളുടെ നിരക്കിലുള്ള താഴ്ച. അതായത് നമ്മൾ ജനങ്ങളുടെ എണ്ണം, ജനസംഖ്യ കൂടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടുന്നില്ല. വിദ്യാർത്ഥികളെ ചേർക്കുന്നതിലും അവരെ പഠനം ഉപേക്ഷിച്ച് പോകാതെ നിലനിർത്തുന്നതിലും പ്രാഥമിക വിദ്യാലയങ്ങൾക്കുള്ള വീഴ്ച. വിദ്യാലയങ്ങളുടെ കുഴപ്പമാണ്. അവരെന്താണ്, കൂടുതൽ കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കാനോ അതേപോലെ തന്നെ അവരവിടെ പഠനം നിർത്തി പോവാതിരിക്കാനോ ഉള്ള കാര്യങ്ങൾ അവർ കൃത്യമായി സ്വീകരിക്കാത്ത അവസ്ഥ. സാക്ഷരർക്കുള്ള തുടർ വിദ്യാഭ്യാസ പരിപാടികളുടെ പരാജയം. ഇപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പഠനം കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്താണ്, അതിനുള്ള കഴിവുകളില്ലാത്തൊരവസ്ഥ. ഇന്ത്യയിൽ നടപ്പാക്കിയ സാക്ഷരതാ പരിപാടികളുടെ പരാജയം. പലതരത്തിലുള്ള സാക്ഷരതാ പരിപാടികൾ നടപ്പിലാക്കിയ കൂടി എന്താണ്, അതൊന്നും ഫലം കണ്ടിട്ടില്ല. ഉയർന്ന ദാരിദ്ര്യനില. ഇവിടെ തിന്നാനും കുടിക്കാനും ഇല്ലാത്തപ്പോൾ എന്താണ് അവർ വിചാരിക്കുന്നത്, കുട്ടികളെ പഠിക്കാനാണ് വിടണ്ടേ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താണ്, നമ്മൾ ഉയർന്ന സാക്ഷരതയുള്ള സംസ്ഥാനത്തിലുള്ള ആൾക്കാരാണ്. പക്ഷെ നോർത്തിലൊക്കെ എന്താണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇനി ഇന്ത്യ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണെന്ത്, പോവേർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം. അതും നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താണ്, നമ്മൾ 3 നേരം കഞ്ഞി കുടിച്ച് ജീവിക്കുന്നവരാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ആൾക്കാർ ഇന്നും നമ്മുടെ ഇന്ത്യയിലുണ്ട്. വരുമാനത്തിലെ കുറവ് കൊണ്ടോ വിവേകശൂന്യമായ ചിലവാക്കൽ കൊണ്ടോ ഒരാൾക്ക് തൻ്റെ കായികവും മാനസികവുമായ ശേഷി നിലനിർത്താനും തനിക്കും തൻ്റെ സ്വാഭാവിക ആശ്രിതർക്കും സമൂഹത്തിൻ്റെ നിലവാരമനുസരിച്ച് പ്രയോജനകരമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഉയർന്നൊരു ജീവിത തോത് പുലർത്താൻ സാധിക്കാത്തതുമായ അവസ്ഥയാണെന്ത്, ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഭക്ഷണം നമുക്ക് വരുമാനക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ചിലവ് വളരെയധികം കൂടിയത് കൊണ്ടോ എന്താണ്, നമുക്കോ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്കോ എന്താണ്, ഭക്ഷണം കിട്ടാതിരിക്കുന്ന അവസ്ഥ. അതേപോലെ സമൂഹത്തിൻ്റെ നിലവാരത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ. ആ അവസ്ഥേനെയാണ് എന്ത് പറയുക, നമ്മൾ ദാരിദ്ര്യം എന്ന് പറയാം. വരുമാനത്തിലെ കുറവ് കൊണ്ടോ വിവേകശൂന്യമായ ചിലവാക്കൽ കൊണ്ടോ ഒരാൾക്ക് തൻ്റെ കായികവും മാനസികവുമായ ശേഷി നിലനിർത്താനും തനിക്കും തൻ്റെ സ്വാഭാവിക ആശ്രിതർക്കും സമൂഹത്തിൻ്റെ നിലവാരമനുസരിച്ച് പ്രയോജനകരമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഉയർന്നൊരു ജീവിത തോത് പുലർത്താൻ സാധിക്കാത്തതാണ് എന്ത്, ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരെന്ന് പറഞ്ഞാൽ എന്താണ്,
ജനങ്ങൾ എന്താണ് ദരിദ്രര് അതേപോലെ അല്ലാത്തവരങ്ങനെ രണ്ടായിട്ട് വിഭജിക്കാം. അതിനൊരു നമ്മളൊരു എന്താ പറയുക, ഒരു നിയന്ത്രണ രേഖയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന കാര്യങ്ങളില്ലാത്തവരെന്താണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർ. ഇതിനൊക്കെയുള്ള സൗകര്യമുള്ളവരെന്താണ് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലുള്ളവർ. BPL APL എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ പോവേർട്ടിയുടെ കാരണങ്ങൾ, കോസസ് ഓഫ് പോവേർട്ടി. ഒന്നാമത്തത് മനുഷ്യ മൂലധനത്തിൻ്റെ അപര്യാപ്തത. അപ്പോൾ ഒരാൾക്ക് എന്താണ്, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്നു, അതിൽ കൂടുതൽ അയാളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കഴിവില്ലായ്മ. ഇപ്പോൾ പഠനത്തിലെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ വിദഗ്ധമായിട്ടുള്ള തൊഴിലുകൾ കിട്ടാത്തത്, വൈദഗ്ധ്യമുള്ള തൊഴിലുകൾ അറിയാത്തത് കൊണ്ടോ ഒക്കെ അയാളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല, ഈ പറഞ്ഞ ദാരിദ്ര്യം ഉണ്ടാവും. അടുത്തത് അല്പമാത്രമായ വികസനം കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഇതേപോലെ തന്നെ തൊഴിലില്ലായ്മയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാണ്. അപ്പോൾ അതും ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. അസമത്വം എന്ന് പറയുമ്പോൾ ഇപ്പോഴും സംഭവിക്കുന്നത്? ഇന്ത്യയിൽ കാശുള്ളവർ കാശുള്ളവരായിക്കൊണ്ടിരിക്കുന്നു, കാശില്ലാത്തവരായിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ കാശില്ലാത്തവർക്ക് അല്ലെങ്കിൽ വരുമാനമില്ലാത്തവർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ല. അതും ദാരിദ്ര്യത്തിന് ഒരു കാരണമാണ്. അതൊക്കെ മാറ്റണം, എന്നാലാണ് ദാരിദ്ര്യം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് മൂലധനത്തിൻ്റെ അപര്യാപ്തത. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു കച്ചവടം തുടങ്ങണം എന്നെങ്കിൽ കൂടി നമ്മുടെ കയ്യിലെടുക്കാൻ പൈസ ഇല്ലാകുമ്പോൾ നമുക്ക് നമ്മുടെ വരുമാനം മെച്ചപ്പെടുത്താനുള്ള മറ്റൊരു വഴി കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. കൂടിയ നിരക്കിലുള്ള തൊഴിലില്ലായ്മയും വേണ്ടത്ര തൊഴിലില്ലായ്മയും. അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള കൂലി കിട്ടുന്നില്ല. നമ്മൾ പണിക്ക് കൃത്യമായിട്ടുള്ള കൂലി കിട്ടിയാലാണ് നമുക്കതനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. പണി ചെയ്തു പക്ഷെ കൂലി ഇല്ല, അതാണ് ഒരവസ്ഥ. രണ്ടാമത് തൊഴിലേ ഇല്ല. ഈ രണ്ടവസ്ഥകളും ദാരിദ്ര്യത്തിന് കാരണം. ഇനി നാണയപ്പെരുപ്പം, വില വർധനയാണ് അല്ലേ, എല്ലാത്തിനും വില കൂടുതലാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ജനസംഖ്യ വളർച്ചാ നിരക്കിലെ വർധനവ്. ജനസംഖ്യ കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? കുറച്ച് കാര്യങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ വരികയാണ്, അപ്പോൾ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവും. താഴ്ന്ന സാങ്കേതിക വിദ്യ നല്ലോണം ഡെവലപ്ഡ് ആയിട്ട് വരണം. അങ്ങനെ വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതൊക്കെ നമ്മുടെ ദാരിദ്ര്യത്തിന് കാരണങ്ങളാവും. കാരണം നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ജീവിത നിലവാരം കൂട്ടാനോ ഒക്കെയുള്ള കഴിവ് അവിടെ ഇല്ലായ്മ ചെയ്യാണ്. അടുത്തത് സാമൂഹിക ഘടകങ്ങൾ. ഇപ്പോൾ കൂട്ടുകുടുംബം, അതേപോലെ ജാതി സമ്പ്രദായം, മതവിശ്വാസങ്ങൾ, ഇതൊക്കെ ദാരിദ്ര്യത്തിന് കാരണമാണ്. കൂട്ടുകുടുംബം ആകുമ്പോൾ അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ്, ജാതി സമ്പ്രദായം വരും, മതവിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദാരിദ്ര്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ്. ഇനി യുദ്ധങ്ങളും യുദ്ധഭീഷണിയും. ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആ നാടിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥേനെയും കൂടി അത് തകർക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണമൊക്കെ കിട്ടാണ്ട് വരുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാവാണ്. അതേപോലെ യുദ്ധഭീഷണി നേരിടുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ, വാണിജ്യം ഒക്കെ അവിടെ തകരാറിലാവും. ആ രാജ്യവുമായിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള വാണിജ്യ ബന്ധങ്ങൾ വേണ്ട, കാരണം അവിടെ യുദ്ധഭീഷണിയല്ലേ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ദാരിദ്ര്യത്തിന് കാരണമാവും. ഇതൊക്കെയാണ് ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ. ഇപ്പോൾ 3 മാർക്കിനോ 5 മാർക്കിനോ ആയിട്ട് നമുക്കിത് ചോദിക്കാം, കോസസ് ഓഫ് പോവേർട്ടി. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളത് കറപ്ഷനാണ്, അഴിമതി. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ കറപ്ഷൻ എന്താണെന്ന് അറിയാം അല്ലേ? അതായത് നമുക്ക് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടുതൽ അനധികൃതമായി നമ്മൾ എന്തെങ്കിലും സമ്പാദിക്കുക, അതിനെയാണ് എന്ത് പറയുക? അഴിമതി എന്ന് പറയാം. എന്താണ് അഴിമതിയുടെ കാരണങ്ങൾ? നല്ല ജീവിതത്തിൽ നല്ല നിലവാരത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, നല്ല വീട് വെക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ നോക്കുക, അതും തെറ്റായ രീതിയിൽ. അതിനെയാണ് നമ്മൾ അഴിമതി എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ജനസംഖ്യ വിസ്ഫോടനം. അതായത് നമുക്ക് അനിയന്ത്രിതമായിട്ട് ജനസംഖ്യ കൂടി വരിക, ആ അവസ്ഥ തന്നെയാണ് എന്ത് പറയുക? ജനസംഖ്യ വിസ്ഫോടനം അല്ലെങ്കിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ 1951 മുതൽ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്.
അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ 2035 ചൈനയെ പിന്തള്ളി ഇന്ത്യ വരുന്നതാണ് പറയണത്. ഇപ്പോൾ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണ്, ഇന്ത്യ സെക്കൻഡ് പൊസിഷനിലാണ്. 2035 കൂടി എന്താണ് അത് ഇന്ത്യയായിട്ട് മാറുന്നതാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ വരുന്നുണ്ട് അല്ലേ. ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടാവും, തൊഴിലില്ലായ്മ ഉണ്ടാവും, പാർപ്പിട പ്രശ്നം ഉണ്ടാവും, അത് താമസിക്കാൻ സ്ഥലങ്ങൾ, ഭൂമിക്ക് മേലുണ്ടാകുന്ന പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലായിട്ട് വീട് പണിയേണ്ടി വരുന്നു, അങ്ങനെ നമ്മൾ ഭൂമിയെ പല ആവാസ വ്യവസ്ഥകൾ തകർക്കപ്പെടുന്നു, അങ്ങനെയുള്ളതൊക്കെ. രോഗാതുരത, രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. നിരക്ഷരതയുടെ വർധനവ്, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ എന്താണ് വിദ്യാഭ്യാസമില്ലായ്മ വരും. ജലദൗർലഭ്യം, വികസനമില്ലായ്മ, അക്രമം, കുറ്റകൃത്യം, അങ്ങനെ ജീവിത നിലവാരത്തിൻ്റെ തോതിലുള്ള തകർച്ച, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും എന്താണ് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ കൂടെ വരാം. അപ്പോൾ ജനസംഖ്യ വിസ്ഫോടനം എന്ന് പറയുന്നത് എന്താണ്, അനിയന്ത്രിതമായിട്ട് ജനസംഖ്യ കൂടുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. പക്ഷെ മെയിനായിട്ട് കോസസ് ഓഫ് പോവേർട്ടി നോക്കുക കേട്ടോ, വലിയ മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഇതാണ് ഈ ചാപ്റ്ററിലുള്ളത്. പിന്നെ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ദാരിദ്ര്യം, ഇല്ലിറ്ററസി, നിരക്ഷരത, അതേപോലെ ജനസംഖ്യ വിസ്ഫോടനം. അപ്പോൾ ഈ 3 പഠിക്കുക, എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നന്നായിട്ട് വായിക്കുക. താങ്ക് യു.